ബ്രാവോ സ്പീക്കിംഗ് സാർ. ചോറ്റാനിക്കര തിരുവാങ്കുളത്തിനടുത്ത് ഒരു റബ്ബർ തോട്ടത്തിൽ യുവാവിനെ പരിക്കുകളോടെ കണ്ടെത്തിയിരിക്കുന്നു. റോജർ ഓവർ. സാറേ, തുടരെ തുടരെ കൊലപാതകമാണല്ലോ സാറേ. ഒന്നനങ്ങി നടക്കടോ വേഗം. സാറേ, ഒരു ലീവ് പോലും കിട്ടണില്ല. ഇവന്മാർക്കൊക്കെ ഈ റബ്ബർ തോട്ടത്തിലാണ് മരിച്ചിടക്കാൻ കണ്ടത്. ആ, നമ്മുടെ ജോലിയായി പോയില്ലോ. രാവിലെ ആയതുകൊണ്ട് ക്രൗഡ് കുറവുണ്ട്. ഭാഗ്യമായി സാറേ. സാറേ, ഇത് ബോഡിയുടെ അടുത്തുനിന്ന് കിട്ടിയതാ. റോസാ പോവാ? ആ. ആഹാ. എന്താടോ ഇത് സാറേ? ഇത് ചില്ലി റോസാണ് സാറേ. ബോഡി വേഗം പോസ്റ്റ്മോർട്ടത്തിനായി. സാർ, ബാക്കി ഡീറ്റെയിൽസ് എൻ്റെ ഓഫീസിലെത്തിയിരിക്കണം. യെസ് സാർ. ശരി. ഇതിന് വേറെ ആരും മണപ്പിക്കില്ലേട്ടാ? ഇല്ല സാർ. സാറേ, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താടോ? സാറേ, എൻ്റെ നിഗമനം ശരിയാണെങ്കിലേ ഈ റോസാപ്പൂവിൻ്റെ ഫ്രഷ്നെസ് കണ്ടിട്ട് കറക്റ്റ് 6 മണിക്കൂറേ ആയിട്ടുള്ളൂ. അത് വാടിയതാണല്ലോ റോസപ്പൂ. അല്ല, ബോഡി ഫ്രഷ് ആണല്ലോ സാറേ. തന്നെയൊക്കെ ആരല്ലോ പോലീസിലെടുത്ത്? സാറൊക്കെ തന്നെയല്ലേ? അല്ല സാറേ, സാറിന് അറിയാലോ, വാപ്പ സർവീസിലിരിക്കുമ്പോഴാണ് മരിച്ചത്. പിന്നെ എനിക്കാണെങ്കിൽ ഈ പോലീസിനെ കണ്ടൂടാ. പിന്നെ സാറേ, ഞാൻ ഈ മൂത്ത മോനും ആയിപ്പോയി. അല്ല, സാറ് മൂത്തത് ഇളയതാ? ഒന്ന് പോടോ. അയ്യോ, അപ്പം മൂത്തത് തന്നെ.
ഹണി റോസ്. ഇത് പറ പുതിയത്. എന്തായാലും ആക്സെപ്റ്റ് ചെയ്തേക്കാം. ഇങ്ങോട്ട് വന്നെടുക്കുക ഇഷ്ടമല്ലേ? മെസ്സേജ് വന്നു. ഒരു ഉമ്മ ചോദിച്ചാലോ? കിട്ടുമോ? ചോദിച്ചേക്കാം. ചോദിച്ചത് അബദ്ധാവോ? ഫോട്ടോയോ തന്നില്ല. എന്നാ വോയിസെങ്കിലും. ഹായ്, ഹൗ ആർ യു ജോൺ? ഹായ്, ഹൗ ആർ യു ജോൺ? എന്തൊരു സ്വീറ്റ് വോയിസാ. വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ. ഉമ്മ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ. ഉമ്മ. നിന്നെ ഞാനിന്ന് സ്നേഹിച്ചു കൊല്ലും. എൻ്റെ അടുത്ത കളി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. 2 മണിയുടെ 4 മണിയുടെ ഇടയിൽ വരാമെന്നും പറഞ്ഞിട്ട്. എടി, ആ സമയത്തൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന്. കഴിഞ്ഞ ആഴ്ച നീ കൊണ്ടുപോയ പഞ്ചസാരയുടെ പൈസ നീ എനിക്ക് തന്നിട്ടില്ല. അല്ല, അതൊക്കെ ഞാനൊട്ട് ചോദിക്കാനും പോണില്ല. നീ അതെനിക്ക് തരുകയും വേണ്ട. എടി, അതെങ്കിലും ഓർത്തിട്ട് 2 മണിയുടെ 4 മണിയുടെ ഇടയിൽ വന്നൂടെ? എന്നും പറ്റിക്കണോലെ പറ്റിക്കൂലല്ലോ. ഓക്കേടാ മുത്തേ, ലവ് യു. ഇപ്പൊ പടായനെ. സാധാരണ ആൺപിള്ളേരാണ് പെൺപിള്ളേർക്ക് റിക്വസ്റ്റ് ഇടാറ്. ഇത് ഞാൻ പഞ്ചസാര കൊടുത്ത ഏതെങ്കിലും ഒരു പെണ്ണായിരിക്കും. ഹണി റോസ്. ഇതവളാവാൻ സാധ്യതയൊന്നുമില്ല. കൺഫേം. കൺഫേം. ഇതെന്താ എന്നോടെ കളി? ആഹാ, റെസ്പോണ്ട്. കൺഫേം. ഹണി റോസ്. ഒന്ന് നോക്കാമല്ലോ ആരൊക്കെ ഉണ്ടെന്ന്. റോസാണ് മെയിൻ. ഓ, മെസ്സേജാ. ആഹാ, ഹലോ.
സെൽഫിയാ? അതെ, റോസിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിയാവുന്നുണ്ട്. എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കോ വോയിസ് ആയിട്ട്? ഹായ്, ഹൗ ആർ യു അമീർ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ റോസിൻ്റെത്. അമീറെ, എന്താണ് ഇത്ര സന്തോഷം? ഒരു സാധനം ഒത്തു വന്നിട്ടുണ്ടളിയാ. എവിടെ നോക്കട്ടെ? റോസ് കാണാനൊന്നുമില്ല, അവള് ഫോട്ടോസ് ഒന്നും അയച്ചിട്ടില്ല. ചോദിക്കളിയാ, തരും. എടാ, ഞാൻ ചോദിക്കാതെ തന്നെ അവൾ എനിക്ക് തരും. നീ കണ്ടോ? ഇതേ ശബ്ദം, ഇതുപോലെ സംസാരിക്കുന്നത് എവിടെയോ. അത്ര പെട്ടെന്ന് ജോൺ മറക്കാൻ സാധ്യതയില്ല. ശരിക്കൊന്ന് മനസ്സ് കൊടുത്തോർത്താൽ എന്റെ ശബ്ദം തിരിച്ചറിയാൻ നിനക്ക് കഴിയും. ഉറക്കം കിട്ടാത്ത രാത്രികളിൽ നിനക്ക് കൂട്ടിരുന്ന് ഓരോ കഥകൾ പറഞ്ഞു കളിയും ചിരിയും ഒക്കെയായി നിന്നെ ഉറക്കിയ ഈ ശബ്ദം ഇത്ര പെട്ടെന്ന് നീ മറന്നോ ജോൺ? ജെന്നി, ജെന്നിഫർ. അതെ, ജെന്നിഫർ. ഓ, അൺബിലീവബിൾ. നീ ഇതെവിടെയാ മോളെ? ഞാൻ എന്നും നിന്റെ തൊട്ടടുത്തല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്തിനും ഏതിനും പ്രണയിക്കാനും ഒരാളെ അന്ധമായി വിശ്വസിക്കാനും എന്നെ പഠിപ്പിച്ചത് നീയല്ലേ? നീ ഇപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ല അല്ലേ? മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അന്നേ ഞാൻ മറന്നു. പക്ഷെ നീ എനിക്ക് തന്ന സ്നേഹവും കരുതലും എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് മറക്കാൻ കഴിയില്ല. പ്രണയത്തിന്റെ ഫീലിംഗ് എന്താണെന്ന് ഞാൻ നിന്നിലൂടെ അറിഞ്ഞത്. എന്റെ ബോഡിയിൽ ആദ്യമായി സ്പർശിച്ച അന്യ പുരുഷന് നീയല്ലേ? നിനക്കല്ലേ ഞാൻ എല്ലാം സമർപ്പിച്ചത്. കുറച്ചു നാളായി നിന്നെ കാണണമെന്നും ആ പഴയ ദിവസങ്ങളിലേക്ക് പോകണമെന്നും ആഗ്രഹിക്കുന്നു. റിയലി മിസ് യു, ബാഡ്ലി മിസ്സിങ് യു. എന്നെ കാണാൻ വരില്ലേ? വരും. ജെനിയെ കാണാൻ ഞാൻ വരും. നിന്നെ കാണാൻ കിട്ടുന്ന അവസരം ഞാൻ പാഴാക്കില്ല. അതെ, ഞാനിപ്പോ കല്യാണമൊക്കെ കഴിച്ചു. വൈഫ് പ്രഗ്നന്റ് ആയി അവളുടെ വീട്ടിലാ. ഞാനിപ്പോ ഫ്രീയാ, ടോട്ടലി ഫ്രീ. ഓ, താങ്ക് ഗോഡ്. എന്റെ ഭാഗ്യം. നിനക്ക് വരേണ്ട ഡേറ്റ് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങളാക്കി മാറ്റണം നമുക്ക്. ഷുവർ മൈ ഡിയർ. നീ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. ലവ് യു ഡിയർ. Love you too. ഉമ്മ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ അവള് നമ്പർ തരുമെന്ന്. ഇതാ നോക്ക്. നിന്നെ സമ്മതിച്ചളിയാ.
വടംപ്രഥം കൊള്ളാം. അതവിടെ വെച്ചേക്ക്. അതെനിക്ക് വേറെ ആൾക്ക് കൊടുക്കാനുള്ളതാ. ആർക്ക്? അത് നീ അറിയണ്ട കേട്ടാ. ഓ സെറ്റപ്പ് ആണല്ലേ. ആ, അങ്ങനെയല്ല അമീർ. ഒന്ന് കാണാൻ പറ്റോ? റോസ് പറഞ്ഞ ഞാൻ എത്തിയിരിക്കും. ഓക്കെ റോസ്, ഓക്കെ. ലവ് യു സോ മച്ച്. ലവ് യു ടു. ബ്രാവോ 1 സ്പീക്കിംഗ്. സർ, തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറക്കടുത്ത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാറി ഒരു വീട്ടിൽ ഒരു യുവാവിനെ പരിക്കുകളോടെ കണ്ടെത്തിയിട്ടുണ്ട്. റോജർ ഓവർ. സർ, ഓ ഇത് പിന്നെ റോസാപ്പൂ. ഇനിയൊരു റോസാപ്പൂ പോയിട്ട് പോലും മണക്കണ പ്രശ്നമില്ല. എന്നോടാരത് മണക്കാൻ പറഞ്ഞു? അല്ല, സാറ് പറഞ്ഞാലും ഞാൻ മണക്കൂല. ഈ ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. സർ. ഈ വീട് ആരുടെ? സാറേ, അതൊരു അമേരിക്കൻ അച്ചാൻ്റെയാണ്. വീട് വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല. ആളങ്ങ് യൂസിലാ. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ. എല്ലാം പറഞ്ഞിട്ടുണ്ട് സാർ. ഈ 2 കൊലപാതകങ്ങളുടെ പിന്നിലും ഒരു ലേഡി ആയിരിക്കാനാണ് സാർ സാധ്യത. അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? ആ റോസപ്പൂ കണ്ടിട്ടാണോ? അത് നമ്മളെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി വല്ലതും കൊണ്ടുവന്നിട്ടതായിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ ആ റോസപ്പൂ കാണുന്നത് തന്നെ എനിക്ക് കലിയാണ്. അതല്ല ജമാല്, ആ സാർ. ബിജു പറയുന്നതിലും കാര്യമുണ്ട്. ഒരു ലേഡിയാണ് ഇതിന്റെ പുറകിലെങ്കിൽ അവൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല. അവളെ സഹായിക്കാൻ മറ്റാരൊക്കെയോ ഉണ്ട്. അതെനിക്ക് ഉറപ്പാണ്. ഉറപ്പായിട്ടും സാർ. ഐ ആം ഓൺ ദ വേ. നിനക്കിഷ്ടമുള്ള റോസുമായിട്ടാണ് ഞാൻ വരുന്നത്. കാണാൻ കൊതിയായി നിന്നെ. ഓക്കെ മൈ ലവ്. ഉമ്മ. സാറേ, നമുക്ക് ഈ കടയിലൊന്ന് ചോദിച്ചാലോ? ഇറങ്ങിപ്പോയി ചോദിക്കടൂ. ശരി സാർ. ചേട്ടാ, ഈ കുട്ടിക്കാന റിസോർട്ടിലേക്ക് പോണ വഴി ഇവിടെ നിന്ന് ലെഫ്റ്റാ റൈറ്റാ? എവിടുന്ന്? ഞങ്ങൾ എറണാകുളത്തുനിന്നാ. ആൻഡ്രോയിഡ് ആണോ? അല്ല, ജമാലാണ്. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? തന്റെ പേരല്ല ചോദിച്ച്. പിന്നെ ഫോൺ ആൻഡ്രോയിഡ് ആണോന്ന് ചോദിച്ച്. ഫോൺ ആൻഡ്രോയിഡ് ആണ്. നെറ്റില്ലേ? നെറ്റുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ മാപ്പ് കിട്ടില്ലേ? ഓ, താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടൂ? നീ ചോദിച്ചോണ്ടങ്ങ് പറഞ്ഞേക്കാം. ഇതിലെ 1 കിലോമീറ്റർ പോയി റൈറ്റ് തിരിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കാണാം. ഓ, അവിടുന്ന് നേരെ 3 കിലോമീറ്റർ പോയാൽ ഈ റിസോർട്ടിലെത്താം. താങ്ക് യു ഏട്ടാ. തന്റെ താങ്ക് യു ഒന്നും എനിക്ക് വേണ്ട. ഓ, മെന്റലാന്ന് തോന്നണേ. നമ്മൾ പോലീസുകാരെന്ന് അറിഞ്ഞിട്ടും അയാൾക്കൊരു കൂസലും ഇല്ലല്ലോ. ശരിയാണ് സാറേ, നമ്മുടെ പോലീസുകാർക്ക് ഒരു ലുക്കില്ലാന്നേ. നോട്ടം കണ്ടിട്ട് ഓടിക്കണ പോലെയല്ലേ. വണ്ടി എടുക്കടൂ. ശരി സാർ. സാറേ, എത്ര നല്ല മനുഷ്യരാണല്ലോ ഇവിടെ ഉള്ളത്. ആ വഴി പറഞ്ഞു തന്ന ആളില്ലേ, ഇത്ര കറക്റ്റായിട്ടാ പറഞ്ഞത്. അയാൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഈ വളവ് തിരിഞ്ഞ നമ്മുടെ കുട്ടിക്കാനം റിസോർട്ടായി. നോക്കാം.
സാറേ ഉം. അങ്ങോട്ട് നോക്കിയേ. അതേ ജംഗ്ഷൻ, അതേ ആള്. അവൻ നമുക്കിട്ട് പണിതതാ സാറേ. ഞാൻ അവൻ ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ടടോ വേണ്ട. അയാള് പറഞ്ഞതനുസരിച്ച് നമുക്ക് ആ തെറ്റ് പറ്റിയത്. താൻ വണ്ടി മുമ്പോട്ട് എടുക്കണു. ആണാ? ആ രണ്ടും മെന്റലാന്നാ തോന്നുന്നത്. ഐ ജി ആണല്ലോ. ഹലോ. ഹലോ സർ, താനിപ്പോ എവിടെയാ? ഞാനിപ്പോ കുട്ടിക്കാനത്തുണ്ട്. എന്തായി കേസിന്റെ കാര്യം? വിത്തിൻ 2 days ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ. ഓക്കെ സർ, ഓക്കെ. അടങ്ങടാ. 2 മർഡർ കേസിലും നിന്റെ പ്രസൻസ് ഞാൻ കണ്ടാ. നീ ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. നിനക്ക് ഈ കേസുമായിട്ട് എന്താ ബന്ധം? എന്റെ പൊന്നും സാറേ, ഞാനൊരു കള്ളനോ കൊലപാതകമൊന്നും അല്ല. പിന്നെ നീ ആരടാ? റിപ്പറാ? സാറേ, ഞാനതൊന്നുമല്ല. എന്റെ കഥ പറഞ്ഞ് നിങ്ങളാരും വിശ്വസിക്കില്ല. സത്യം അതാണ് സാറേ. ഇതെന്റെ വണ്ടിയാ സാറേ. പോലീസ് കൊണ്ട് തൊട്ടി കളിക്കണടാ. സാറേ, എന്റെ ഗതികെട്ട സമയത്തിന് ഫ്രണ്ടിന് പണയം കൊടുത്തതാ. അവൻ പലവർക്കായി പണയം വെച്ച് സാറിന്റെ കയ്യിലെത്തിയെന്ന് ഒരാഴ്ച മുമ്പാണ് ഞാൻ അറിയണത്. നല്ല ഫ്രണ്ട്. എനിക്ക് സാറിന്റെ മുമ്പിൽ വരാൻ പേടിയാണ് സാറേ. അതിന് താനെന്തിനോ പേടിക്കുന്നത്? ഞാനെന്താ കടുവായ പുരിയോ വല്ലതുമാണ്? സാറേ, എങ്ങനെയെങ്കിലും വണ്ടി എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാറേ. താനൊരു റിട്ടൺ കംപ്ലൈന്റ് എഴുതിക്കൊടു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വാടോ ജമാലെ, പോകാം. അവന്റെ ഒരു വെള്ള താടി. ആദ്യം നിന്റെ താടി മുടി എടുത്ത് കളഞ്ഞോളണം, ഇല്ലെങ്കിൽ ഇല്ലാത്ത കേസ് മുഴുവൻ നിന്റെ പേരിലാക്കും ഞാൻ. ശരി സാറേ. മനസ്സിലായടാ? ശരി. നീ പറയാറില്ലേ പ്രണയത്തിന്റെ ചുവപ്പ് നിറം നിന്നെ മത്ത് പിടിപ്പിക്കാറുണ്ടെന്ന്? ഇപ്പൊ ഇത് കാണുമ്പോ എനിക്ക് ചോരയുടെ നിറമായിട്ടാ തോന്നാറ്. ആ, നീ എന്നെ കാണാൻ വന്നല്ലോ, എനിക്കത് മതി. അന്നത്തെ സംഭവത്തിന് ശേഷം നിന്റെ മുമ്പിൽ വരാൻ എനിക്ക് പേടിയായിരുന്നു. നീ ഈ ശീലമൊക്കെ ഇപ്പൊ തുടങ്ങി? ഇതുപോലെ ഒരുപാട് ശീലങ്ങൾ എനിക്ക് തുടങ്ങേണ്ടി വന്നു, കഴിഞ്ഞതെല്ലാം മറക്കാൻ. അതൊക്കെ പോട്ടെ, ഈ ദിവസത്തിന് മൂട് കളയണ്ട. ഒരുപാട് സ്നേഹിക്കണം. ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളായി നമുക്ക് ആസ്വദിക്കാം. See you in hell. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രതിഫലവും കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. എല്ലാം നഷ്ടപ്പെട്ട എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചു. ആത്മവിശ്വാസവും പ്രതീക്ഷയും തന്നു. ഏത് നിമിഷം വേണേലും പോലീസ് നമ്മളെ തേടിയെത്താം.
അതിനു മുന്നേ നിങ്ങൾ രക്ഷപ്പെടണം. പോലീസിനെ പേടിച്ചൊളിച്ചോടാനായിരുന്നെങ്കിൽ അത് പണ്ടേ ആകാമായിരുന്നു. അല്ല, ഇതുവരെ നമ്മളൊന്നിച്ചായിരുന്നു. ഇനി അങ്ങോട്ടും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഇവളിതെവിടെ പോയി? ജെന്നിയാണല്ലോ. ഇവളെന്താ വോയിസ് നോട്ട് ഇട്ടേക്കുന്നത്? ഗുഡ് മോർണിംഗ് ജോൺ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഒരുപാട് കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാ ഇങ്ങനെ ഒരു വോയിസ് നോട്ട്. ഐ ലവ് യു സോ മച്ച് മൈ ഡിയർ. എന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നിനക്കുള്ളൊരു ഗിഫ്റ്റ് ഞാൻ ആ ഡ്രസ്സിംഗ് ടേബിളിന്റെ മിററിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവളുടെ ഗിഫ്റ്റ്? ഇവളുടെ ഒരു കാര്യം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് എയ്ഡ്സ്. എയ്ഡ്സ് നിനക്കുള്ള എന്റെ ശിക്ഷ ഇതാണ്. ഇതിൽ കുറഞ്ഞ ഒരു പണിഷ്മെന്റ് നീ അർഹിക്കുന്നില്ല. നാട്ടുകാരും വീട്ടുകാരും എന്തിന് നിന്റെ ഭാര്യ പോലും ഒരു പുഴുത്ത പട്ടിയോട് പെരുമാറുന്നത് പോലെ നീ കാണേണ്ടി വരും. നീ നിന്റെ കൂട്ടുകാരൻ ചേർന്നെന്നെ സൽക്കരിച്ചപ്പോ എനിക്ക് കിട്ടിയതൊരു ചാപിള്ളയും സെന്റ് ജോർജ് മെന്റൽ ഹോസ്പിറ്റലിലെ 1.5 വർഷത്തെ ട്രീറ്റ്മെന്റുവാ. സാധനം വേഗം ചെല്ലടാ, പോയിട്ട് വേറെ പണിയുണ്ട്. കഴിഞ്ഞ 6 മാസമായി നിന്നെ തേടിയുള്ള എന്റെ യാത്രയായിരുന്നു. നിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും ഞാൻ കൊന്നു തള്ളിയടാ.